പ്രിയമുള്ളവരെ, ഇന്ന് ചൊവ്വാഴ്ച മധ്യസ്ഥ പ്രാർത്ഥനാ ദിവസം. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയുമാണ്. ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 1 ദിനവൃത്താന്തം 4:10 വചനം പറയുന്നു, അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. സ്നേഹമുള്ളവരെ, ഈ വചനം ഒരു പ്രാർത്ഥനയായി എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളിൽ പതിയട്ടെ. ഇന്നത്തെ ഈ ദിവസം നമ്മുടെ അതിരുകൾ നമുക്ക് വിസ്തൃതമാക്കാം. നമ്മുടെ സ്നേഹത്തിൻ്റെ അതിരുകൾ, നമ്മുടെ ക്ഷമയുടെ അതിരുകൾ, നമ്മുടെ സാഹോദര്യത്തിൻ്റെ അതിരുകൾ, നമ്മുടെ ദയയുടെ അതിരുകൾ, നമ്മുടെ ഏറ്റുപറച്ചിലിൻ്റെ അതിരുകൾ, നമ്മുടെ നന്മ ചെയ്യാനുള്ള അവസരത്തിൻ്റെ അതിരുകൾ, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ അതിരുകൾ എല്ലാം നമുക്ക് വിസ്തൃതമാക്കാം. ഫലമോ? വചനത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നമ്മുടെ അതിരുകൾ വിസ്തൃതമാക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്ന വചനം ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ പ്രിയമുള്ളവരെ, ഈ നിമിഷം എനിക്ക് എവിടെയാണ്, ഏത് മേഖലയിലാണ് അതിരുകൾ വലുതാക്കുവാൻ ഉള്ളത് എന്ന് ആത്മാർത്ഥമായി ധ്യാനിക്കാം. ഇന്നേ ദിവസം നമ്മുടെ ചാനലിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു വന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു നാഥ. പ്രത്യേകിച്ച് സാമ്പത്തികമായും കടബാധ്യതകളാലും വേദനിക്കുന്ന നിരവധി പേർ നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വേദനിക്കുന്ന നിരവധി പേർ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ ഓരോരുത്തരെയും പ്രത്യേകം സമർപ്പിക്കുന്നു. 2 അതിലധികമോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്ന വചനത്തിലൂടെ വാഗ്ദാനം ചെയ്ത നല്ല നാഥ, പല സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് എങ്കിലും അങ്ങയുടെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ഞങ്ങൾ ഇപ്പോൾ ഒന്നാണല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കണമേ. വേണ്ട വിധം പ്രാർത്ഥിക്കുവാൻ അറിയാത്ത പാപികളും ബലഹീനരുമാണല്ലോ ഞങ്ങൾ. എങ്കിലും അങ്ങയുടെ അനന്തമായ കരുണയാൽ ആശ്രയിക്കുന്ന ഞങ്ങളെ ഉപേക്ഷിക്കല്ലേ ദൈവമേ. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാ രോഗികളെയും വേദനിക്കുന്നവരെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ അനന്തമായ കരുണ അവരിലേക്ക് ഒഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു യേശുവേ മഹത്വം. യേശുവേ നന്ദി. നമുക്ക് ഏറ്റുചൊല്ലാം. സ്നേഹനിധിയായ നല്ല തമ്പുരാനെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നു. പാപികളും ബലഹീനരുമായ അടിയങ്ങളെ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ അങ്ങ് എളിമപ്പെടുത്തണമേ. അങ്ങയുടെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അവിടുന്ന് കടാക്ഷിക്കണമേ. ഹൃദയങ്ങൾ അറിയുന്ന നല്ല തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ജീവിത മേഖലകളിലേക്കും അവിടുത്തെ കൃപ ധാരാളമായി ചൊരിയണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളിലേക്ക് അവിടുന്ന്
അവിടുന്ന് ഇറങ്ങി വരണമേ. ഇറങ്ങി വരണമേ. ലോകത്ത് ലോകത്ത് സമാധാനവും സമാധാനവും ശാന്തിയും ശാന്തിയും വർദ്ധിപ്പിക്കണമേ. വർദ്ധിപ്പിക്കണമേ. സഭയിൽ ഐക്യവും സഭയിൽ ഐക്യവും വിശുദ്ധിയും വിശുദ്ധിയും വർദ്ധിപ്പിക്കണമേ. വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ ഭരണാധിപന്മാർക്ക് നീതിബോധവും നീതിബോധവും നന്മയും നന്മയും നൽകണമേ. നൽകണമേ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആത്മാക്കൾക്ക് നിത്യാശ്വാസം നൽകണമേ. നിത്യാശ്വാസം നൽകണമേ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, മാലാഖമാരെ, വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. ഈ ലോകത്ത് ഇന്ന് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനകളുടെ യോഗ്യതയാൽ പിതാവായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെയും ഞങ്ങളുടെ നിയോഗങ്ങളുടെയും